പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ രക്ഷാദൗത്യത്തിന്റെ 11ാം നാളിലും അർജുനും ആ ലോറിയും കാണാമറയത്ത് തന്നെ. കുത്തിയൊഴുകുന്ന ഗംഗാവല്ലി പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ. ഫലം കാണാത്ത തിരച്ചിലിൽ നാളുകൾ 12 ആകുമ്പോൾ രക്ഷാദൗത്യം ഇനി എങ്ങനെ എന്നതാണ് ചോദ്യം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഷിരൂരിലുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയുമായി ഉണ്ട് ഈ ചർച്ചയിൽ. അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയുമായിട്ടായിരിക്കും മന്ത്രി PA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഈ ചർച്ചയിൽ പങ്കുവയ്ക്കുക. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ശ്രീ ജോർജ് ബാബു, അദ്ദേഹം നാഷണൽ അഡ്വഞ്ചർ ഫൗണ്ടേഷന്റെ കർണാടക ചാപ്റ്ററിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം 2018 പ്രളയകാലത്ത് വളരെ പ്രശംസനീയമായ സേവനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ശ്രീ ജോർജ് ബാബു അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം നിരന്തരം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വിദഗ്ധ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവെച്ച് ഉടനീളം നമ്മുടെ ചർച്ചയിലെ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. റിട്ടയർഡ് നാവികസേന ഉദ്യോഗസ്ഥൻ ശ്രീ TK ഉണ്ണി ഈ ചർച്ചയിൽ ഉണ്ട്. അദ്ദേഹത്തിന് വിദഗ്ധമായ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. പ്രത്യേകിച്ച് നാവികസേനയുടെ ദൗത്യത്തിന്റെ അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ശ്രീ TK ഉണ്ണിക്ക് ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കാനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കോസ്റ്റ് ഗാർഡിന്റെ മുൻ മേധാവി ഡോക്ടർ പ്രഭാകരൻ പാലേരി, അദ്ദേഹം ടെലിഫോൺ ലൈനിലായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുക. അദ്ദേഹത്തിന്റെ ഈ സർവീസ് കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ അർജുന് വേണ്ടി നടത്തുന്ന ഈ തിരച്ചിലിന് ആയി അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാനുണ്ടോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസിനോടുള്ള ചോദ്യങ്ങളിൽ ആദ്യം ഉള്ള ചോദ്യം എന്നത് എന്തായിരിക്കും, ഇനി ഈ എത്രത്തോളം പ്രതീക്ഷ നമുക്ക് ഈ രക്ഷാദൗത്യത്തിൽ ഇനി വെക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട് മിനിസ്റ്റർ? അല്ല, നിലവിൽ നല്ല മഴയാണ് ഇവിടെ. പുഴയിലാണ് നല്ല അടിയൊഴുക്കുണ്ട്, ചില പരിമിതികളുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ രക്ഷാദൗത്യത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്ന നിലയിൽ കാണേണ്ടതില്ല. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതിന് എല്ലാ ശ്രമവും നടത്തണം. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഇന്നിവിടെ ജില്ലാ കലക്ടറും മറ്റു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജനപ്രതിനിധികൾ, കേരളത്തിൽ നിന്ന് വന്ന ജനപ്രതിനിധികൾ, ഇപ്പോൾ MP ഉണ്ട്, കോഴിക്കോട്ടെ MP ഉണ്ട്, ബാലുശ്ശേരി MLA അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് ഉണ്ട്, മഞ്ചേശ്വരം MLA അഷ്റഫ് ഉണ്ട്, തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉണ്ട്. അപ്പോൾ കോഴിക്കോട് MP ശ്രീ MK രാഘവൻ, അവരൊക്കെ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അതിനകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാട്, ഇപ്പോൾ നേവി അവരുടെ ഡൈവേഴ്സിന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ പുഴയിൽ ഇറങ്ങാൻ പ്രയാസമുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ട് രക്ഷാദൗത്യത്തിന് പുറകോട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടാകരുത് എന്ന ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. ഇതിലും നല്ല ടീമോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന നിലയുണ്ടാകണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തൊക്കെ സാധ്യതയുണ്ടോ ആ സാധ്യതകൾ മുഴുവൻ രക്ഷാ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തണം. പിന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നീ കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് യോഗത്തിൽ അറിയിച്ചു. അതിൻ്റെ ഭാഗമായി യോഗം പൊതുവെ ആ തീരുമാനം കൈക്കൊണ്ടു. നേവിയോട് രക്ഷാദൗത്യം കൂടുതൽ സജീവമാക്കുന്ന നിലപാട് സ്വീകരിക്കണം, രക്ഷാദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോകരുതെന്നുള്ള നിലപാട് കലക്ടർ അറിയിക്കുകയും ചെയ്തു. മറ്റു കാര്യങ്ങൾ ഒക്കെ തന്നെ നമുക്ക് കൂട്ടായി തന്നെ ചെയ്ത് മുന്നോട്ട് പോകാം. കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എല്ലാ നിലയിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കർണാടക സർക്കാരിനോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തണം, അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് തുടരും. അല്ല മിനിസ്റ്റർ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നും ഇപ്പോൾ നമുക്ക് ആശാവഹമായ പ്രത്യേകിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. തിരച്ചിൽ നടക്കുകയായിരുന്നു രാവിലെ മുതൽ തന്നെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ കുത്തൊഴുക്ക് ഗംഗാവലി പുഴയിൽ ഉള്ളതുകൊണ്ട് നാവികസേനയിലെ അംഗങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മാത്രമല്ല ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നേരത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. ഡ്രോൺ
ഉപയോഗിച്ചുള്ള തെരച്ചിൽ പോലും ഇന്നിനിയും ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മിനിസ്റ്റർ തന്നെ പറഞ്ഞൊരു യോഗത്തിന് ശേഷം ഇരിക്കുകയാണ്. ആ യോഗത്തിൽ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് മിനിസ്റ്റർ തെരച്ചിൽ നേരത്തെ അവസാനിപ്പിക്കാൻ കാരണം? പ്രതികൂല കാലാവസ്ഥ തന്നെയാണോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആക്റ്റീവായി ഇടപെടാൻ പറ്റുന്ന മറ്റ് സാധ്യതകളുണ്ടെങ്കിൽ അത് തേടണം, ഒരു സംശയമില്ല. ഇപ്പോൾ നേവിയുടേതാണെങ്കിൽ ആ നിലയിൽ തേടാൻ വേണ്ടി പറ്റണം. എന്തൊക്കെയാണോ പറ്റുക, ഈ നേവിയുടെ ഇതിലും മികവുറ്റ നിലയിൽ ഇടപെടാൻ സാധ്യമാകുന്ന ടീമുകൾ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എന്തൊക്കെയാണോ സാധിക്കുക അത് പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് ഇന്ന് മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് പൊതുവെ കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിലെ ഇതിൽ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണമെന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ ഞങ്ങൾ തുടരുകയാണ്. എല്ലാ സാധ്യതകളും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യത്തിലെത്തുന്നത് വരെ ആ ലക്ഷ്യം എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന നിലയിലേക്കുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അല്ല മിനിസ്റ്റർ, നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, ഇപ്പോൾ സാധാരണ നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം, കാലാവസ്ഥ സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യമുണ്ട്. ഇപ്പോൾ മനുഷ്യസാധ്യമല്ല. ഇപ്പോൾ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അടിയൊഴുക്ക് അവിടെയുണ്ട്. ഇതൊക്കെയുണ്ട്. പക്ഷേ മിനിസ്റ്റർ, ഇപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങൾ അവലോകന യോഗത്തിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് പറയാമോ, അർജുനെ കണ്ടെത്തുന്നതിൽ, ആ ലോറിയുടെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കുന്നതിൽ അടക്കം ഈ രക്ഷാദൗത്യത്തിൽ നിലവിൽ ഉള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അർജുനടക്കം 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ അതിന് അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ്. പക്ഷെ എന്ത് പ്രതികൂല കാലാവസ്ഥയായാലും രക്ഷാദൗത്യം മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണോ സാധിക്കുക അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. മറ്റ് ചില പ്രയാസങ്ങൾ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ നേരത്തെ തന്നെ പറഞ്ഞതും ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങിന് ശേഷം ജില്ലാ കലക്ടർ തന്നെ വിശദീകരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ അവിടെ വിശദീകരിച്ചു. അത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇടപെടണം. മറ്റ് സാധ്യതകൾ 2 പാലങ്ങളിലൂടെ കൊണ്ടുവരുന്നതിൻ്റെ തടസ്സമാണ് പറഞ്ഞത്. ആ തടസ്സം നീക്കി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് പരിശോധിക്കണം. പിന്നെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. നേവിയുടെ തന്നെ എല്ലാ നിലയിലും ഇടപെടാൻ പറ്റുന്ന മറ്റ് സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഇതൊക്കെ തന്നെ മീറ്റിങ്ങിനകത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് നടപ്പിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് പൊതുവെ ഞങ്ങൾ മുന്നോട്ട് വെച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫാൻഡൂൺ എന്നുള്ള സംവിധാനം ഉപയോഗിച്ച് ഡൈവർമാർക്ക് കൂടുതൽ സുരക്ഷിതമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് ചാടാൻ വേണ്ടി പറ്റുന്ന സംവിധാനം ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെയാണത് രാവിലെ കൊണ്ടുവരുന്നത്. രാവിലെ ഒരു 10 മണിയോടുകൂടി അത് ഏകദേശം തയ്യാറാകുമെന്നുള്ളതാണ്. പൊതുവെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ ജില്ലാ കലക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും മറ്റുമായൊക്കെ സംസാരിച്ചപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത്. അവിടെ ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ച് നിങ്ങളെ കണ്ടതിന് ശേഷം ജില്ലാ കലക്ടറുമായി മീറ്റിംഗ് നടത്തിയിരുന്നു. ജില്ലാ കലക്ടറും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അവരുടെ ചില ആശങ്കകൾ ജില്ലാ കലക്ടറോട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട MLA മാർ അഡ്വക്കേറ്റ് സച്ചിൻ ദേവും ലിൻഡോ ജോസഫും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിലേക്ക് ചില കാര്യങ്ങൾ ഇടപെടാമെന്ന് കലക്ടർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പോലീസ് സൂപ്രണ്ടുമായി ഞങ്ങൾ മീറ്റിംഗ് ഇരുന്നു. ആ മീറ്റിങ്ങിലും അർജുൻ്റെ സഹോദരനെയും അളിയനെയും മറ്റു കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ വിളിച്ചിരുത്തി അവരുടെ ചില പ്രയാസങ്ങൾ പോലീസ് സൂപ്രണ്ടിനെ ശ്രദ്ധപ്പെടുത്തി. അതിൽ ചില ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സാധ്യമാകുന്ന നിലയിൽ ഞങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റോ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും തയ്യാറാകുന്ന ഒരു നില ഉണ്ടാകണമെന്ന് പ്രത്യേകം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരി, ഏതായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്. അതിലേക്ക് നമുക്ക് വരാം. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ശ്രീ ജോർജ് ബാബു, അദ്ദേഹം നാഷണൽ അഡ്വഞ്ചർ ഫൗണ്ടേഷന്റെ കർണാടക ചാപ്റ്റർ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം അടക്കമുള്ള മറ്റ് അതിഥികളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശ്രീ ജോർജ് ബാബു സർ, ഈ താങ്കൾ ഈ 11 ദിവസത്തെ അർജുന് വേണ്ടിയുള്ള ഈ രക്ഷാദൗത്യത്തെ പൂർണ്ണമായി നോക്കിക്കാണുമ്പോൾ, അതിനെ വിലയിരുത്തുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക്
എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും നമ്മൾ വൈകിപ്പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഇങ്ങനെയല്ല ഇടപെടേണ്ടിയിരുന്നത്, കുറെ കൂടി വേഗത്തിലാകാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ രക്ഷാദൗത്യത്തെ ആകെ വിലയിരുത്തുമ്പോൾ താങ്കളുടെ ഒരു ഇംപ്രഷൻ, താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചത് ഞാൻ കേട്ടായിരുന്നു. ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് കാർഗിൽ യുദ്ധ ദിവസത്തിൻ്റെ 25ാമത്തെ വാർഷികമാണ്. നമ്മൾക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്ക് വേണ്ടി ഒരു നിമിഷം അവരോട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ ഡിസ്കഷൻ ഞാനിപ്പോൾ വേറൊരു ഡയറക്ഷനിലേക്ക് തിരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഇപ്പോൾ എന്ത് നടക്കുന്നു, നാളെ എന്ത് സംഭവിക്കും. ഈ ഡിസ്കഷനിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ റെസ്ക്യൂ എന്ന് പറയുന്നത് തന്നെ അത്രയ്ക്കും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 11 ദിവസം കഴിഞ്ഞു. ഇനി ഒരാളെ നമുക്ക് റെസ്ക്യൂ ചെയ്യാനായിട്ട് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതൊരു ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമുക്ക് ആ ഒരു മിഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ തുടക്കം മുതലുള്ള ഒരു അനാലിസിസിലേക്ക് പോവാം. 16-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ ട്രക്ക് ഇവിടെ ലോറി കാണാതെ ആവുന്നത്, ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ആ നിമിഷം മുതൽ, അവിടെ മുതൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, ഫസ്റ്റ് ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞാൻ കാർഗിൽ യുദ്ധത്തിനെ പറ്റി ചെറിയൊരു പരാമർശം നടത്തി. അവിടെ എന്താ സംഭവിച്ചത്? അവിടെയും ഇവിടുത്തെ ആട്ടിടയന്മാർ ആണ് ഈ പാകിസ്ഥാനികൾ വന്നിരിക്കുന്നത് കണ്ടത്. പക്ഷേ അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻ, അവരുടെ ലാംഗ്വേജ്, അവർ ഹിന്ദി സംസാരിക്കില്ല, അവരുടേതായിട്ടുള്ള പഹാഡി ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കി അവരുടെ കയ്യിൽ നിന്ന് ഓരോ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മൾ വിജയിച്ചെങ്കിലും വലിയൊരു കനത്ത വില നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നു. അത്രയ്ക്കും കൊടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. അതേപോലെ തന്നെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം നമ്മൾക്ക് കിട്ടിയ വിവരം എന്താണ്? അവിടെ ഇരുന്നൊരു ചായക്കട വലിച്ചുപോയി. ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുറച്ച് ഫീഡ്ബാക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് നാഗേഷ് ഗൗഡ എന്ന് പറഞ്ഞൊരു ലോക്കൽ ഒരു വില്ലേജർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ തന്നു. ലോറി ഇതിലേക്ക് മറിയുന്നത് കണ്ടതായിട്ട്. ശരിക്കും നമ്മൾ ഇൻ്റലിജൻസിലൊരു വീഴ്ച, ഇൻ്റലിജൻസ് അനലൈസ് ചെയ്യാനായിട്ടൊരു വീഴ്ച സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് അനലൈസ് ചെയ്ത് ഉടനടി അടുത്ത ആ ഇന്റലിജൻസിന്റെ ആക്യുറസി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമ്മൾ പ്രോസസ് ചെയ്യുന്നതിൽ, അത് പ്രൊക്യൂർ ചെയ്യുന്നതിലും പ്രോസസ് ചെയ്യുന്നതിലും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെയോ? ഈ സമയത്ത് നമ്മളൊരു വീഴ്ചയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഐ എം ടോട്ടലി അഗൻസ്റ്റ് ദാറ്റ്. നമ്മളൊരു വീഴ്ചനെ പറ്റി നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ഇതുപോലൊരു ഇൻസിഡൻറ്റ് നടന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് തലേദിവസം സംസാരിച്ചെന്ന് പറഞ്ഞു. പിന്നെ ആ ലോറിയുടെ ഉടമസ്ഥൻ, പേര് ഞാൻ മറന്നുപോയി, പുള്ളിയും ഇദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്തു. ഇത്രയും മതി. ഹലോ, ലോറിയുടെ ഉടമസ്ഥൻ ഇത്രയും മതി. ഇത്രയും ഇൻഫർമേഷൻ മതി നമ്മൾക്ക്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഇത്രയും ഇൻഫർമേഷൻ മതി. ഈ ഇൻഫർമേഷൻ വെച്ച് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അവരെ മൊബിലൈസ് ചെയ്യുന്നത് അതൊരു ആസ്പെക്റ്റ്, അത് ഒരു ഭാഗത്തുകൂടി നടക്കും. അതേസമയം തന്നെ നമ്മൾ ഇപ്പോൾ ഇത് നമ്മളുടെ കേപ്പബിലിറ്റിയിൽ വരുന്ന കാര്യമല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ മാറണം. ഒരേ കാര്യം തന്നെ നമ്മൾ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം റിപ്പീറ്റഡായിട്ട് ചെയ്യാതെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ നമ്മൾ ആംഡ് ഫോഴ്സസിനെ അലേർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ അതേപോലെ വേറെ എന്തെങ്കിലും സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവരെ അലേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നത്, ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയ ദൃക്സാക്ഷികളെ അവരുടെ അഭിപ്രായം, അവർ പറഞ്ഞ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് വേണമായിരുന്നു ഈ റെസ്ക്യൂ പ്ലാനിങ് മുന്നോട്ട് പോകാനായിട്ട്. അവിടെ തീർച്ചയായിട്ടും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി ആരുടെ വീഴ്ച എന്നുള്ളതിൽ
അത് പറഞ്ഞിട്ട് ഇപ്പം അതിൽ വലിയ പ്രസക്തി ഇല്ല ഈ സമയത്ത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഇനി പോകുന്നത് നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ടി കെ ഉണ്ണിയുടെ അടുത്തേക്കാണ്. ശ്രീ ടി കെ ഉണ്ണി, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ളത് നാവികസേനയ്ക്കാണ്. പക്ഷെ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഗംഗാവലി പുഴയിലേക്ക് അവർക്ക് കാലെടുത്ത് വെക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കിട്ടുന്ന വിവരം 6.8 നോട്ട്സ് ആണ് അതിലെ ഈ ഒഴുക്കിൻ്റെ ശക്തി എന്നതാണ്. അപ്പോഴത് ഏറെക്കുറെ അസാധ്യമായ ഒരു ഘട്ടമാണുള്ളത്. ഇപ്പോൾ 3 നോട്ട്സ് ആണെങ്കിൽ പോലും അവർ റിസ്ക് എടുത്ത് അവർക്ക് ഇറങ്ങാൻ കഴിയും. പക്ഷേ ഇത് 6.8 ആണ്. അങ്ങനെയാണെങ്കിൽ നാവികസേനയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടുന്ന അടുത്ത നടപടി എന്തായിരിക്കണം? അതായത് ഞാൻ കുറച്ചുകൂടി ക്ലിയറായി ചോദിച്ചാൽ, ഇനി എങ്ങനെയാണ് തിരച്ചിൽ നടക്കേണ്ടത്? ലോറി കിടക്കുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി അഥവാ ലോറി കിടക്കുന്ന സ്ഥലം ഉറപ്പിച്ചാൽ തന്നെ അതിനകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരച്ചിൽ കൂടുതൽ പരിഗണന അർജുനായതുകൊണ്ട് തന്നെ ആ ദിശയിലേക്ക് തന്നെയാണോ തിരച്ചിൽ പോകേണ്ടത്? താങ്കളുടെ അഭിപ്രായത്തിൽ. നമസ്കാരം. ഞാൻ കർണാട്ടിക്കൽ താമസിക്കുന്ന ആളാണ്. അർജുന്റെ വീട്ടിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇത് നേവിയോ അല്ലെങ്കിൽ ആർമിയോ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ കാലാവസ്ഥ ബുദ്ധിമുട്ടുകൾ, ഞാനും ഒരു ഡൈവറാണ്. അതുകൊണ്ട് 3 നോട്ടിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വെള്ളത്തിനടിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇനി നമ്മൾക്ക് എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇന്നത്തെ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇത് വേണ്ടത് മൾട്ടി ബീം സോണാർ. ഒന്നുകൂടി നോട്ട് ചെയ്തോളൂ, മൾട്ടി ബീം സോണാർ. അങ്ങനെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അത് നമ്മളെ റബ്ബർ ബോട്ടിൽ വെച്ച് ഉപയോഗിക്കാനാണ്. ഡൈവേഴ്സിന്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ നമ്മളെ റിവർ ബെഡിന്റെ അടിയിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് 40 മീറ്റർ ചുറ്റളവിൽ എല്ലാ പിക്ചറുകളും നമുക്ക് ലഭ്യമായിരിക്കും. ഒരു മിനിറ്റ് ശ്രീ ടി കെ ഉണ്ണി, താങ്കൾ പറഞ്ഞത് മൾട്ടി ബീം സോണാർ, അതിനെ ബ്ലൂ എന്നാണോ നമ്മൾ വിളിക്കുന്നത്? ബ്ലൂ ഐ എന്നാണോ വിളിക്കുന്നത്? കറക്റ്റ്. ശരി, ഞാൻ ഒരു മിനിറ്റ്, ഒരൊറ്റ നിമിഷം ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ശ്രീ ടി കെ ഉണ്ണി വിശദീകരിക്കുന്ന ഈ പുതിയ സാങ്കേതിക സംവിധാനം, അതായത് മൾട്ടി ബീം സോണാർ, മുങ്ങൽ വിദഗ്ധരുടെ ആവശ്യമില്ല. ഈ ജലനിരപ്പ് അവിടെ എത്ര കലങ്ങി മറിഞ്ഞാലും അതിനകത്ത് ഉള്ള വസ്തുക്കൾ എന്താണെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ച നൽകുന്നതാണ് ഈ മൾട്ടി ബീം സോണാർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിക്കും. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഈ സാങ്കേതിക സംവിധാനം അല്ലെങ്കിൽ ഈ ഉപകരണം ആ സ്ഥലത്തേക്ക് എത്തിക്കണം എന്നതാണ് ശ്രീ ടി കെ ഉണ്ണി പറയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ കേൾക്കാം. സർ, പറഞ്ഞോളൂ. അതെ, അദ്ദേഹം ഇതിന്റെ ഓണറായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഡൽഹിയിലാണ് ഉള്ളത്. എക്യുപ്മെന്റ് നമുക്ക് അവൈലബിൾ വിശാഖപട്ടണം, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളാണ്. അതിന്റെ കൂടെ ഒരു ടെക്നീഷ്യൻ വരും. നമ്മൾക്ക് ഈ റബ്ബർ ബോട്ടിന്റെ അകത്ത് ഈ എക്യുപ്മെന്റ് വെക്കാം. 2 അടി താഴത്തിലാണ് ഞാനും ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഓഫ്ഷോറിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങള് ഇറാനിലൊരു ഷിപ്പിനെ കണ്ടെടുത്തത് 17 ദിവസം കഴിഞ്ഞിട്ടാണ്. 7 പേരെ ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് റിക്കവർ ചെയ്തു. മരിച്ചവരെ, ഡീകമ്പോസ് ആയ ആളുകളെ റിക്കവർ ചെയ്ത ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. ഞാൻ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഗതി നമുക്ക് ഈ കരണ്ട്, ഈ ഇത്രയും വലിയ ഒഴുക്കുള്ള സമയത്ത് സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എവിടെയാണ് ഈ ട്രക്ക് ഉള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നത്, അതായത് ഈ ബ്ലൂ ഐ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ മൾട്ടി ബീം സോണാർ എന്ന ഈ ഉപകരണം ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാവുക? അതൊരു ഒബ്ജക്റ്റ് എന്ന നിലയിൽ ആണോ മനസ്സിലാകുക, അതോ അതിന്റെ രൂപം എന്താണ്? ഇപ്പൊ ലോറി എങ്ങനെ കിടക്കുന്നു, തലകീഴായി കിടക്കുകയാണോ, അതിന്റെ പൊസിഷൻ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അതിനകത്ത് ആളുണ്ട് അല്ലെങ്കിൽ ആൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇതിന്റെ ഇമേജസ് വെച്ച് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ സഹായകരമാകുമോ ഇത്? തീർച്ചയായും സംഭവിക്കാൻ അത് കഴിയും. ഇപ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്ന വ്യൂവിൽ കാണാം. തൊട്ടടുത്തേക്ക് പോയിട്ട് കേബിന്റെ അവിടത്തേക്ക് വരെ അത് ചെന്നെത്താൻ പറ്റുന്നുണ്ട്. അത് മുകളിൽ കൺട്രോൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അതാണ് ജോബാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എത്ര ക്ലോസപ്പ് വേണമെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മേളിലിരിക്കുന്ന ആളുകൾക്ക് ജഡ്ജ് ചെയ്യാം. എല്ലാവർക്കും അത് കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ. ഇപ്പൊ നമുക്ക് ഈ ഒഴുക്കിന്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ നേവി ഡൈവേഴ്സ് ഇപ്പൊ എടുത്ത് സംഗതി കരയ്ക്ക് എത്തിക്കേണ്ട സമയം കഴിഞ്ഞു. അതാണ്. അപ്പൊ നമുക്ക് ഇനിയും കാത്തിരിക്കാതെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാൻ അവരെ നമ്പർ തരാം. അമിത് ബാഗ്മേ എന്നാണ് അവരുടെ പേര്. നമ്പർ ഉണ്ട്. ഡൽഹിയിലാണ്.
എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല ശ്രീ ഞാൻ ടി പറഞ്ഞു കെ ഉണ്ണി, എത്രയും ഇപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് താങ്കൾ അടക്കമുള്ള ഈ മുൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ പ്രതിരോധ മേഖലയിലെ പല ആളുകളെയും വിളിച്ചിട്ട് ചില യോഗങ്ങൾ, ചില മീറ്റിംഗ്സ് ഒക്കെ നടന്നിരുന്നു. അതിനകത്ത് താങ്കൾ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നോ? ഞാൻ ഇവിടെ നമ്മൾക്ക് വേൾഡ് മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഘടന ഉണ്ട് കേരള. അതിൽ എല്ലാ ഡൈവേഴ്സിനെയും റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ കർണാടക ഗവൺമെന്റിൽ നിന്നും ഈ ഒരു 3 ടീം ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് യാതൊരു സഹായങ്ങളും അല്ലെങ്കിൽ അവരെ അകത്തേക്ക് കടത്താൻ വരെ അവർക്ക് കടക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ പിന്മാറിയത്. വേൾഡ് മലയാളി അസോസിയേഷൻ ഇതിനുവേണ്ടി എല്ലാം എക്സ്പീരിയൻസ് ആയ ഡൈവേഴ്സ് ഉണ്ട്. പക്ഷെ ഡൈവേഴ്സ് പോയിട്ട് കാര്യമില്ല. പക്ഷെ ഉണ്ടായിരുന്നു, അവരും റെഡിയാണ് വരാൻ വേണ്ടിയിട്ട് എക്യുപ്മെന്റ് ആയിട്ട്. പക്ഷെ ഞാനത് വേണ്ട എന്ന് അവരോട് പറയുകയായിരുന്നു. അത് ഇപ്പോൾ നമുക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. നേവി ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് അത് അവർ തന്നെ മതി. പക്ഷെ നമുക്ക് ഈ ഡാറ്റ സംഘടിക്കാൻ ഈ ഒരു എക്യുപ്മെന്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഈ എന്തെങ്കിലും എക്യുപ്മെന്റ് ആവശ്യം സാധാരണ നിലയിൽ വരികയാണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ശിരൂർ നേവൽ ബേസ് ഉണ്ടല്ലോ, അപ്പോൾ സാധാരണ നിലയിൽ നേവിയുടെ കൈവശം ഈ എക്യുപ്മെന്റ് കാണില്ലേ ശ്രീ ഉണ്ണി? ഇല്ല, ഒരിക്കലും ആരും അങ്ങനെ വെക്കാറില്ല. ഈ എക്യുപ്മെന്റ് ഇത്രയും വലിയൊരു എക്യുപ്മെന്റ് വെക്കാറില്ല. അത് കോസ്റ്റ്ലി ആണ്. അത് അവർക്ക് ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ കേട്ടില്ല. ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കേണ്ടതായിരുന്നല്ലോ നേവി. ഇതുവരെ നേവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു എക്യുപ്മെന്റ് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, ഇപ്പോ നാവികസേനയിലെ അംഗങ്ങൾ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാൻ മടിക്കുന്നതിന് ഒരു 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വലിയ ഒഴുക്ക്, കുത്തൊഴുക്ക് അവിടെ ഉണ്ട്, അടിയൊഴുക്ക് വളരെ ശക്തമാണ്. അപ്പോൾ ഇറങ്ങി അന്വേഷിച്ചാലും കാര്യമില്ല, കാരണം അതിന്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് വിദഗ്ധർ പറഞ്ഞത്. അതായത് ഒന്നും കാണാൻ കഴിയില്ല എന്നാണ്. ആ പ്രശ്നം ഈ എക്യുപ്മെന്റ് കൊണ്ടുവന്നാൽ, അതായത് ബ്ലൂ ഐ എന്ന് താങ്കൾ പറഞ്ഞ മൾട്ടി ബീം സോണാർ കൊണ്ടുവന്നാൽ ആ പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ കഴിയുമോ? വിസിബിലിറ്റി ഇഷ്യൂവിനെ അല്ല മറികടക്കാൻ കഴിയുന്നത്. നമ്മൾ ഇത് ഡൈവേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ടൊരു ബോധം വരും ഏത് ഭാഗത്താണ് കേബിൻ ഉള്ളതെന്നും ഏത് ഭാഗത്താണ് നമ്മൾ. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. നമുക്ക് വേഴ്സ്റ്റ് കം വേഴ്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഒറ്റ ലിറ്റില് നമ്മൾ ഈ കംപ്ലീറ്റ് സാധനങ്ങൾ പൊക്കാൻ. കാരണം ഇത് ഓൾറെഡി ഞാൻ അന്നും പറഞ്ഞിരുന്നു, നമ്മളിത് ലോക്കായിരിക്കും ഉള്ളില്. ഡോർ ലോക്ക് ആവുമ്പോൾ അത് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത് പൊട്ടിച്ചു കഴിഞ്ഞാലൊക്കെ എടുക്കാനുള്ള ഒരുപാട് സമയങ്ങൾ വരും. അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരു 2 സ്ലിംഗ് ഇട്ടിട്ട് ഈ കംപ്ലീറ്റ് ഇത് പൊക്കാനുള്ള ഒരു സംവിധാനങ്ങൾ കൂടി ചെയ്യണം. അത് കൂടാതെ ഏതെങ്കിലും കാരണവശാൽ ഒരു ഡൈവിങ്ങിന് സമയം കിട്ടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ഒരു റോപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു മാർക്കർ ബോയ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സർഫേസിലുള്ള ആളുകൾക്ക് എല്ലാം കാണാം എവിടെയാണ് നമ്മൾ, എത്ര ദൂരമുണ്ട്, ടെലിസ്കോപ്പിക് ക്രെയിൻ അവിടെ എത്തുമോ, 20 മീറ്റർ എത്രയാണെങ്കിലും അവിടെ എത്തുമോ, എങ്ങനെയാണ് ലിഫ്റ്റിംഗ് പ്രൊസീജിയർ എന്നും കൂടി നമ്മൾ മുൻകൂട്ടി അത് എത്തണം എന്നാണ് എഞ്ചിനീയേഴ്സിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി ശ്രീ ടി കെ ഉണ്ണി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കോസ്റ്റ് ഗാർഡിന്റെ മുൻ മേധാവി ഡോക്ടർ പ്രഭാകരൻ പലേരി, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ഉണ്ട്. സർ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ, ഇവിടെ നടക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടുള്ള പ്രാഥമികമായ വിവരങ്ങൾ താങ്കളുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾ ഇപ്പോൾ കേരളത്തിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ 12ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വ്യക്തമായ ചിത്രം കിട്ടിയിട്ടില്ല. താങ്കളുടെ അനുഭവ പരിചയത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ, എന്തൊക്കെയാണ് ഇതിലെ പ്രതിസന്ധികൾ, എങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ? ഇവിടെ നടന്നിട്ടുള്ളത് മണ്ണിടിച്ചിലാണ്. അതും വലിയ കാര്യമായ മഴ പെയ്തത് കാരണം. ഇതുപോലെ ഹിമപാതങ്ങൾ ഉണ്ടാകാറുണ്ട്, മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ സംഭവിക്കുന്നത്, ദുരന്തമാകുന്നത് അത് ജീവനും സ്വത്തും അകപ്പെടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു സമയം വരെ മാത്രമേ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം തുറന്ന് പുറത്തെടുക്കുവാൻ സാധിക്കും എന്ന് എനിക്കറിയാം. കാരണം അതുപോലെയുള്ള പല സംഭവ വികാസങ്ങളും കരയിൽ, ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. പട്ടാളക്കാർക്ക് എപ്പോഴും പറ്റുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, എത്ര പേരാണ് അകപ്പെട്ടു പോയത് എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അകപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്താൻ 11-12 ദിവസം കഴിഞ്ഞ ശേഷം എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കേട്ടത് ഇതൊക്കെ ഒരു പുഴയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പുഴയിൽ ഭയങ്കരമായിട്ടുള്ള ഒഴുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മുങ്ങൽ വിദഗ്ധന് എവിടെയാണ് മുങ്ങേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം.
ബോഡി വല്ല ശരീരങ്ങൾ വല്ല മനുഷ്യർ അതിനകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലതും മുന്നോട്ട് ആ ഒഴുക്കിനനുസരിച്ച് പോയി കാണും. എവിടം വരെ എത്തിയിട്ടുണ്ടാവും ഈ 12 ദിവസത്തിനകത്ത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് സാധ്യമാണ്, പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്, പ്രത്യേകിച്ചും അകപ്പെട്ടു പോയവർക്കും അവരുടെ അതിൽ കൂട്ട കുടുംബാംഗങ്ങൾക്കും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് പറയാനുള്ള ഒരു സംഗതി ഇവിടെ ഒരു പക്ഷേ ആരും പറഞ്ഞു കാണില്ല. അതായത് നമ്മുടെ ഭാരതം മുഴുവൻ, ദേശം മുഴുവൻ, ഇന്ത്യ മുഴുവനും നമ്മൾ ദേശീയ പാതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് പല ഗുണങ്ങളും നമുക്കുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ പരിസ്ഥിതിയെ അസന്തുലിതത ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പരിസ്ഥിതിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള മലയിടിച്ച് ഈ ദേശീയപാത നിർമ്മാണം കാരണം തന്നെ പല സ്ഥലത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഗവൺമെന്റുകൾ, സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ പ്രത്യേകം പരിശോധിച്ച് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ഓരോ സ്ഥലത്തും എവിടെയാണ് മണ്ണിടിച്ചിലിന് സാധ്യത അവിടെ മുൻകരുതലുകൾ ആവശ്യമാണ്. ഈ ദേശീയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാനാണ് വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതിനെപ്പറ്റി കേട്ട് ഒരു ദേശീയപാതയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത്. ശ്രീ പ്രഭാകരൻ പല്ലേരി, എന്റെ അനുഭവത്തിൽ പറയാനുള്ളത്. സാർ, ഒരു കാര്യം കൂടി. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ ഏതവസ്ഥയിലായിരിക്കും നമുക്കിനി അർജുനെ കിട്ടുക, കണ്ടെത്താൻ കഴിയുക എന്നത് അറിയില്ല എന്ന്. ശരിയാണ്, നമുക്ക് ഒരു സാമാന്യ യുക്തിയിൽ തന്നെ അത് പറയാൻ കഴിയും. പക്ഷേ ഇനി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ദിശ എങ്ങോട്ടാകണമെന്ന കാര്യത്തിൽ പോലും ഒരു അവ്യക്തത ഉണ്ടല്ലോ സാർ. ഇപ്പോൾ ലോറി അവിടെ ഉണ്ടെന്നൊരു അനുമാനമാണ്. അതിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത സ്ഥിതിയാണ്. ഈ 10-12 ദിവസമായിട്ടും നമുക്ക് ലോറി പുറത്തേക്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഒരു സ്വാഭാവിക ഘട്ടങ്ങളാണോ, അതോ ഇതിനു മുൻപേ ഇത് സാധ്യമാകുമായിരുന്നു? ഇതിന് മുമ്പേ തീർച്ചയായിട്ടും സാധ്യമാകും. അതിന് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, സംസ്ഥാന കേന്ദ്ര അതോറിറ്റികൾ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടിൻജൻസി പ്ലാനുകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എത്രമാത്രം കണ്ടിൻജൻസി പ്ലാനുകൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. എന്റെ അഭിപ്രായത്തിൽ കാര്യമായിട്ടുള്ള കണ്ടിൻജൻസി പ്ലാനുകളും ഒന്നും എവിടെയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. അതായത് ഇപ്പൊ കർണാടകമാണ് എടുത്തത് അല്ലെങ്കിൽ കേരളമാണ് എടുത്തതെങ്കിൽ അതുമായിട്ട് ആ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകും എന്നുള്ളത് NDMA പഠിച്ചിരിക്കേണ്ടതാണ്. അതിന് കാര്യമായിട്ട് പഠനം നടത്തുന്ന വ്യക്തികൾ ആവശ്യമാണ്. വല്ല ജോലികളിൽ ഉള്ള ആളുകൾ അതിൽ കയറിയിട്ട് കാര്യമില്ല. ശരിയായിട്ടുള്ള വിദഗ്ധർ അവിടെ ഉണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്ത് എന്തൊക്കെ തരത്തിൽ ഉള്ള ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉത്തരാഖണ്ഡിൽ ഒരു തരത്തിലായിരിക്കും, മഹാരാഷ്ട്രയിൽ വേറെ തരത്തിലായിരിക്കും, കേരളത്തിൽ വേറെ തരത്തിലായിരിക്കും, തമിഴ്നാട്ടിൽ വേറെ തന്നെ തരത്തിലായിരിക്കും. അപ്പൊ അവർക്ക് അതിനുള്ള അറിവുണ്ടാകണം. ആ അറിവ് ഇവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് ആ NDMA, സംസ്ഥാന NDMA മുൻകരുതലുകൾ കൊടുക്കണം. ഒരു മഴ പെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. താൽക്കാലികമായിട്ട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അത് ബാധ്യതയാണ്. പക്ഷെ ലാൻഡിൽ ഇത് സാധ്യമല്ല. അത് ഒരു സംഗതി. അപ്പൊ അതിനെ NDMA കുറേയും കൂടെ നമ്മൾ അവരുടെ കണ്ടിൻജൻസി പ്ലാനുകൾ ഗവൺമെന്റ്, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ഒരുപാട് ശ്രദ്ധയെടുത്തിട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇതുപോലുള്ള ഒരു സംഭവം കർണാടകയിൽ നടന്നു അല്ലെങ്കിൽ കേരളത്തിൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന്റെ NDMA മിനിറ്റുകൾക്കകം അവിടത്തേക്ക് ആളുകളെ അയക്കാനുള്ള ഒരു ഫയർ സർവീസ് മാതിരിയുള്ള, ഫയർ ഫൈറ്റിംഗ് മാതിരിയുള്ള ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് എവിടെയും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ പ്രഭാകരൻ പല്ലേരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഒക്കെ ആകാശത്ത് പറന്ന് എന്താണ് ഈ പുഴയുടെ യഥാർത്ഥ അവസ്ഥ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാതിരിക്കുന്നതിന് കാരണം 6.8 knots ആണ് ആ പുഴയുടെ അടിയൊഴുക്കിന്റെ ശക്തി, അതിൻ്റെ തോത് അങ്ങനെയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാവികസേനയിൽ ഒരു മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ബ്ലൂ ഐ എന്നൊരു എക്യുപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. മൾട്ടി ബീം സോണാർ, അതുണ്ടെങ്കിൽ ഈ ലോറി എവിടെ കിടക്കുന്നു എന്നൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ്. ഇപ്പോൾ താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ലോറി ഈ മണ്ണിനകത്ത് പൂണ്ട് കിടക്കുകയാണെങ്കിൽ അത് പുറത്തെടുക്കുക എന്നത് അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യമായി ഈ സൈന്യത്തിന്റെ സംഘത്തിന് മാറുന്നത് എന്തുകൊണ്ടാണ്?
അകത്ത് ലോറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അകപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിന് പൂർണ്ണ വിശ്വാസം വരുന്നില്ല. കാരണം അതുണ്ടെങ്കിൽ കണ്ടെത്താൻ ഇവരെ കൊണ്ട് സാധിക്കും. എത്രയും വലിയ മണ്ണിടിച്ചിലൊന്നും, ഏത് മണ്ണിടിച്ചിലും അത് അകപ്പെട്ട ടാങ്കുകളും മിലിറ്ററി വെഹിക്കിൾസും ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഏകദേശം അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കണം. ആ മണ്ണ് കൂമ്പാരത്തിനുള്ളിൽ അതൊരു സംഗതി. ഒരു ഹെലികോപ്റ്റർ മുകളിൽ കൂടെ പോയ ഒരു പൊതുവെയുള്ള ഒരു പരിസ്ഥിതി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ പരിസ്ഥിതി ഉപയോഗിച്ച് കൂടുതൽ വൈദഗ്ധ്യമുള്ള അവിടെ എത്താൻ സാധ്യതയുള്ളവരെ നമുക്ക് നയിക്കുവാൻ സാധിക്കും. പിന്നെ ഇത്രയും 6.8 എന്ന് നോട്ടുകൾ ഉണ്ട് എന്നുള്ളത് അത്ര കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടാൽ കാണുന്ന ഒരു ഒഴുക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ആ ഒഴുക്കുകളിൽ മുങ്ങൽ വിദഗ്ധരെ വിടണമോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. നാവികസേനയ്ക്ക് ഒന്നാം തരം മുങ്ങൽ വിദഗ്ധരുണ്ട്, വളരെ പരിചയമുള്ള ഒരു സംവിധാനങ്ങൾ അവർക്കുണ്ട്. അപ്പൊ അവർ പറയുന്നതിന് നമ്മൾ അനുസരിച്ച് പോകണമെന്നാണ് ഞാൻ പറയുക. അവർക്കറിയാം, കാരണം ഏത് അപകടത്തിൽപ്പെട്ടാലും അവരെ സഹായിക്കാൻ പോകുന്നവർ ആദ്യമായി നോക്കേണ്ടത് ആ സഹായിക്കാൻ പോകുന്നവരുടെ സുരക്ഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വിമാനം താഴത്തേക്ക് വീഴുമ്പോൾ വരെ ആദ്യം ഒരു കുട്ടിയുടെ മുഖത്താണ് ഓക്സിജൻ മാസ്ക് വെക്കേണ്ടത്, പിന്നിട്ടാണ് അമ്മയുടെ മുഖത്ത് വെക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വയം മുൻകരുതലുകൾ ആവശ്യമാണ് ഏത് അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ പോകുന്നവർക്ക്. അല്ലെങ്കിൽ അവർ മരിച്ചു പോകും, അവർ അത്യാഹിതത്തിൽപ്പെടും. അപ്പൊ അതിനനുസരിച്ച് അത് നാവികസേനക്ക് അറിയാം. അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക, പറയാനുള്ളത്. രണ്ടാമത്, ഒഴുകുന്ന വെള്ളത്തിൽ ഒരു ശരീരമോ ഒഴുകുന്ന വേറെ വല്ല സാധനങ്ങളോ വീണ് കഴിഞ്ഞാൽ അത് വീണ സ്ഥലത്ത് ഉണ്ടാവുകയില്ല. എത്രയോ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക, എത്രയോ കിലോമീറ്റർ ദൂരം പോയി കാണും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സോണാർ സെറ്റോ വാട്ടോ എങ്ങനെയുള്ളത്, അതിനുള്ള സംവിധാനം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കണ്ടിൻജൻസി പ്ലാൻ എന്താണ്, അതിൽ അവർ മണ്ണിടിച്ച് കാര്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ലൊക്കേഷനിലാണ് മണ്ണിടിച്ചിൽ വരാൻ സാധ്യതയുള്ളത് എന്ന് ഗവൺമെന്റിന് പറയാൻ പറ്റും. അത് പറ്റിയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ദുരന്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തീ പിടിച്ചിട്ടുണ്ട് കാട്ടിൽ, അതിൽ ജനങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതൊന്നും നമ്മൾ മുൻകൂട്ടി കാണുന്നില്ല. മുൻകൂട്ടി കണ്ടാൽ മാത്രമേ നമുക്ക് കണ്ടിൻജൻസി പ്ലാൻ ഏകദേശ രൂപം കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആളുകളാണ്, ആരൊക്കെയാണ് അവിടെ എത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇല്ല, നമുക്ക് ഒന്നാമത് ഒരു പ്ലാൻ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. പ്രഭാകരൻ പല്ലേരി സാർ, ഇനി ഈ അന്വേഷണം ഏത് ഡയറക്ഷനിൽ പോകണമെന്നാണ് താങ്കളെപ്പോലൊരാൾ പറയുക? ഇതിൽ നമ്മൾക്ക് അത് പറയാൻ എനിക്ക് എളുപ്പത്തിൽ സാധ്യമല്ല. കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്, അവരുടെ ഉദ്ദേശപ്രകാരമാണല്ലോ ഇത് പോവുക. അത് ആരാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും കർണാടകത്തിലും കേരളത്തിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വിദഗ്ധരുമുണ്ട്. കർണാടകത്തിൽ സൈന്യമുണ്ട്, കേരളത്തിൽ നാവികസേനയുണ്ട്. അവർക്കൊക്കെ ഉപദേശം കൊടുക്കുവാൻ സാധിക്കും, ഇതുമായിട്ട് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നവർക്ക്. അത് ഉദാഹരണമായിട്ട് സ്റ്റേറ്റ് NDMA ചീഫ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കും. കേന്ദ്ര NDMA ചീഫ് പ്രധാനമന്ത്രിയാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം നിയമിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ പ്രഭാകരൻ പലേരി. അദ്ദേഹം കേരളത്തിന് പുറത്താണുള്ളത്. അദ്ദേഹം ഈ സംഭവങ്ങൾ കർണാടകയിൽ നടന്ന ഈ സംഭവങ്ങളെല്ലാം, ഈ ദുരന്തവും അതിനെ തുടർന്ന് നടക്കുന്ന ഈ അന്വേഷണങ്ങളെല്ലാം, അതിൻ്റെ വിവരങ്ങളൊക്കെ അദ്ദേഹം ശേഖരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദഗ്ധ അഭിപ്രായമാണ് ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്. ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ഇന്നും നമ്മുടെ ഈ ചർച്ചയിൽ ഭാഗമായിട്ടുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഈ എല്ലാ ദിവസവും നമുക്ക് ഇപ്പോൾ ഓരോരോ വിവരങ്ങളാണ് വരുന്നത്. ചിലത് പരസ്പരം യോജിക്കുന്നത്, ചിലത് പരസ്പരം യോജിക്കാത്തത്, ചിലത് നേരെ ഘടകവിരുദ്ധമായ വിവരങ്ങൾ. ഇന്നിപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ലോറി നേരത്തെ നിശ്ചയിച്ച ഭാഗത്തുമല്ല, അവിടെ നിന്നും വീണ്ടും കുറച്ചുകൂടി നീങ്ങിയിട്ടുണ്ടെന്ന് വരുന്നു. ലോറിക്കകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാൻ ഇടയില്ല എന്ന് വരുന്നു. ചായക്കടയിൽ ചായ കുടിക്കാൻ പോയി 8 പേരുടെ സംഘത്തിൽ ഒരാൾ അർജുനായിരുന്നു. അതുകൊണ്ട് അർജുന് ഈ അത്യാഹിതത്തിൽപ്പെട്ടിരിക്കാനുള്ള സാധ്യത മറ്റൊരു വഴിക്കാണ് എന്ന് ഉള്ള ചില വിവരങ്ങൾ വരുന്നു. അപ്പോൾ ഇപ്പോഴും ഒരു കൃത്യതയോടുകൂടിയുള്ള വിവരങ്ങൾ ഈ 12ാം ദിവസത്തിലും നമുക്ക് തരാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ ഒടുവിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്ത് പ്രതീക്ഷയാണ് ഈ കാര്യത്തിലുള്ളത്?
ശ്രീ ഗോപികൃഷ്ണൻ, നമ്മുടെ പലേരി സാറ് പറഞ്ഞതിനകത്തൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. 2022 കർണാടക ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്ന ഏരിയയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തര കന്നഡയിലെ ഈ പറയുന്ന അങ്കോള ശിരൂർ മേഖല 39 പ്രാവശ്യം അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ലാൻഡ്സ്ലൈഡ് ഉണ്ടാവുകയും 903.2 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വൾണറബിളായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയയാണ്. അങ്ങനെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി 2022 പഠിച്ച് വിശദമായി പബ്ലിഷ് ചെയ്ത് പബ്ലിക്കിന് പോലും കിട്ടുന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിട്ടാണ് അവിടെ നാഷണൽ ഹൈവേ പണിതപ്പോൾ യാതൊരു പ്രിക്കോഷനും എടുക്കാതിരുന്നത്. ആ നാഷണൽ ഹൈവേ പണിയുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണമെന്നും ആ നോട്ടിലുണ്ട്, ആ പിന്നെ റിപ്പോർട്ടിലുണ്ട്. എങ്ങനെയാണ് ലാൻഡിനെ സംരക്ഷിക്കുക, എങ്ങനെയാണ് റിവറിനെ സംരക്ഷിക്കുക എന്നുള്ള വളരെ വിശദമായ ഗ്രാഫും ചിത്രങ്ങളും റിപ്പോർട്ടും ഡേറ്റയുമുള്ള വളരെ ബൃഹത്തായ ബുക്കാണത്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ രഘുനാഥ് പലേരി സാർ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കേരള സംസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ സംഭവിച്ചു പോയൊരു പ്രശ്നം ആദ്യം മുതലേ ഞാൻ പറയുകയാണ്. നമ്മൾ തുടക്കം ദിവസം മുതൽ പറയുന്നൊരു പ്രശ്നം, അതിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്, മുഹമ്മദ് റിയാസ് സാർ. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, അപ്പോൾ ഇതുകൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ആമേഴഞ്ചാൻ തോടെ പ്രശ്നം നടന്നപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഞാൻ മന്ത്രി തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തോട് നേരത്തെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടിയാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് മന്ത്രി തത്സമയം കേൾക്കില്ല, എങ്കിലും താങ്കൾക്ക് ഈ നിർദ്ദേശങ്ങൾ പറയാം. യെസ്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു കണ്ടിജൻസി ഉണ്ടായാൽ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിലൊരു ലൈഫിൻ്റെ ഡെത്ത് കൂടി വരും, ഒരു മരണം കൂടി വരാൻ, അല്ലെങ്കിൽ ഒരു ജീവൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി മാറും, അതിൻ്റെ സ്വഭാവം മാറും. പിന്നെ നമ്മുടെ ഫോക്കസ് മുഴുവൻ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് ലോറിയും മറ്റു കടയും മറ്റെല്ലാം, പിന്നെയാണ് ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ സംഭവിച്ചു പോയൊരു അബദ്ധം, അല്ലെങ്കിൽ ഒരുപക്ഷേ ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിനോ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മുൻ പരിചയം കാണില്ല, എക്സ്പെർട്ടൈസ് കാണില്ല. പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ ചാനലുകൾ പറയുന്നതോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നതോ അല്ലെങ്കിൽ MLA പറയുന്നതോ അങ്ങനെയുള്ള മറ്റാളുകൾ പറയുന്നത് കേട്ടുകൊണ്ടുള്ള ചില തീരുമാനങ്ങളിൽ വഴുതിപ്പോയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ 3 പോയിന്റ്, ഞാൻ ഇതിനു മുമ്പേ ശ്രീ ഗോപികൃഷ്ണനുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ്, 3 പോയിന്റാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, മല ഇടിഞ്ഞ് വീഴുന്ന റോഡ്, അവിടെ മണ്ണ് കിടക്കുന്നു, സ്വാഭാവികമായിട്ട് മണ്ണ് മാറ്റണം. 2, അതിൻ്റെ ചായക്കടയിരുന്ന തൊട്ടുള്ള താഴ്വര, അവിടത്തേക്ക് മണ്ണ് വീണിരിക്കുന്നു, ഇവർ മണ്ണ് കൊണ്ടിട്ടു, 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റായിരുന്നു പുഴയിൽ തന്നെ 2-3 സ്ഥലങ്ങളിൽ മണ്ണ് കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ സമാന്തരമായി ഈ ട്രോൺ വരുന്നത് 1ാമത്തെ ദിവസമാണ്. അവിടെ കരയിൽ മണ്ണ് മാറ്റുന്ന സമയത്ത് തന്നെ ട്രോണും കൂടി ഈ നദിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതൊരു പാരലൽ മൂവ്മെൻറ്റുകൾ നടക്കേണ്ടുന്ന ഒരു ഡിസാസ്റ്റർ മൂവ്മെൻറ്റിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നടക്കാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഓരോ പോയിൻ്റായിട്ട് പറയുകയും ചെറിയൊരു ലോഹത്തിൽ തട്ടി, ഒരു ഇരുമ്പിൽ തട്ടി ഒരു റിഫ്ലക്ഷൻ കിട്ടിയാൽ പോലും സിഗ്നൽ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള നമ്മൾ അവിടത്തേക്ക് തന്നെ പോകുന്നു. അങ്ങനെയല്ല. ഇപ്പം ഇന്നലെ പറഞ്ഞ എന്താണ്, നദിയുടെ കരയിലുള്ള അവിടെ തന്നെ ലോറിയുണ്ട്, അതിൻ്റെ ക്യാബിൻ കിട്ടി, എല്ലാം കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മാറിയാണ് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും മാറി പോവുകയാണ്. അതുപോലെ തന്നെ ഉണ്ണിസാർ പറഞ്ഞതിനകത്തുള്ളൊരു അഭിപ്രായം, ഉണ്ണിസാർ പറയുന്ന ഈ മിഷൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇല്ല എന്ന് വിചാരിക്കുക. ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു മിഷൻ ഇല്ല. എന്താ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിൽ പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, കമാൻഡർ ഇൻ ചീഫാണ്. ആ വാക്ക് വളരെ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെച്ചാണ്. കമാൻഡർ ഇൻ ചീഫാണ്. അവിടെ ഒരു സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ താഴെ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ. പിന്നെ വിപുലമായ സന്നാഹമാണുള്ളത്. അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ചീഫ് സെക്രട്ടറി ആക്ട് ചെയ്ത് തുടങ്ങിയാൽ, ദാറ്റ് മീൻസ് ചീഫ് കമാൻഡർ ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ, സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ, പ്രൈവറ്റ് ഏജൻസികളിലുള്ള സാധനം പിടിച്ചെടുത്ത് പോലും അവർക്ക് പൈസ പോലും കൊടുക്കേണ്ട കാര്യമില്ല. പൈസ കൊടുക്കണത് വേറെ കാര്യം, പൈസ കൊടുക്കാതെ പോലും തന്നില്ലെങ്കിൽ നിയമം മൂലം പിടിച്ചെടുത്ത് പോലും കാര്യങ്ങൾ ചെയ്യാൻ മാത്രം അധികാരവും സമ്പത്തും ഒക്കെ നൽകുന്ന വലിയ ഒരു സന്നാഹമുള്ള നിയമമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് 2005 മുതൽ കൊടുത്ത സുനാമിക്ക് ശേഷം എന്ന നിയമമാണ് കൊടുത്തിട്ടുള്ളത്. ഈ പലേരി സാർ പറഞ്ഞ പോലെ ചെറിയൊരു അഡീഷൻ ഉള്ളത്, എല്ലാ ലാൻഡ്സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട്, അതുപോലെ സുനാമി, ഇതിനെല്ലാം SOP ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം,
ഇവിടെ പിന്നെ കർണാടകത്തിൽ ഇത് നടന്നാൽ ബാംഗ്ലൂരിൽ നിന്നല്ല ഏജൻസി വരേണ്ടത്, ആർക്കോണത്ത് നിന്നുള്ള NDRFകാരാണ് അത് ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ ഓരോ കേരളത്തിലുണ്ടാക്കിയാൽ വേറെ സ്ഥലത്തു നിന്നാണ്. ഓരോ സ്റ്റേറ്റിലും ഇത് ഓരോ വിഷയമുണ്ടായാൽ തൊട്ടടുത്തുള്ള ഏത് NDRF യൂണിറ്റാണ്, ഏത് നേവൽ യൂണിറ്റാണ്, ഏത് സൈന്യ യൂണിറ്റാണ്, അവരെല്ലാം ഏറ്റെടുക്കേണ്ടതിന് റെസ്പോൺസിബിൾ ഓഫീസർമാരുണ്ട്, സംവിധാനമുണ്ട്. ഇത് നിർഭാഗ്യവശാൽ ഇതൊന്നും ഇവിടെ വർക്കൗട്ട് ചെയ്തില്ല. ഇപ്പോഴും ഒരുതരം ജനാധിപത്യത്തിൽ നമ്മൾ ഗ്രാമസഭയെ കൂടുന്ന പോലുള്ള ചർച്ചകളും ആ ചർച്ചകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങളുടെ പുറത്തുള്ള പ്ലാനുകളുമാണ് പോകുന്നത്. അല്ല, അതായത് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് സാർ, താങ്കൾ പറയുന്നത് ഇപ്പോഴും ഈ പരിശോധനകളോ അന്വേഷണങ്ങളോ അതല്ലെങ്കിൽ ഈ രക്ഷാദൗത്യം അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല, ഏതായാലും ഈ ദൗത്യം ഒരു ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നാണോ? അതായത് ഇതിൻ്റെ കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ജില്ലാ കളക്ടർ മാത്രം കോർഡിനേറ്റ് ചെയ്താൽ പറ്റുന്നൊരു കാര്യമല്ല ഇത്. ജില്ലാ കളക്ടറുടെ പരിമിതിയുണ്ട് അവർക്ക്. ഇത് കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടത് സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണറും സ്റ്റേറ്റ് കമാൻഡർ ഇൻ ചീഫുമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അത് ഇവിടെ നിന്ന് ഡിമാൻഡ് ചെയ്തിട്ടല്ല, തിരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ തിരിച്ച് ചെയ്താൽ ആരെയും വിളിക്കാൻ പറ്റും, ഏത് മിഷ്യൻസും കൊണ്ടുവരാൻ പറ്റും, ഏത് സംവിധാനവും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു കോർഡിനേഷൻ അവിടെ നടക്കണം. ആ കോർഡിനേഷൻ ഇപ്പോഴും ലാഗിങ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കേസ് സ്റ്റഡിയാണ്. അവിടെ ലാഗിങ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരേ സമയം പാരലായി പലതും ചെയ്യാൻ പറ്റത്. എക്സ്കവേറ്റർ വന്നാൽ ഡ്രോൺ വരില്ല, ഡ്രോൺ വന്നാൽ അടുത്ത നേരത്തെ ഇവിടെ ഉണ്ണിസാറ് പറഞ്ഞ മിഷൻ വരില്ല. അങ്ങനെ അല്ലല്ലോ, ഇത് ഓരോ സാധനവും. അതായത് ഈ ദുരന്ത മുഖത്ത് നടക്കുന്ന ഈ ദൗത്യം എങ്ങനെ പോകണം, ഏത് ദിശയിലായിരിക്കണം, ആരാണ് അതിന്റെ കമാൻഡർ ഇൻ ചീഫ്, എങ്ങനെയാണ് അത് ഏകോപിപ്പിക്കേണ്ടത്, എന്തൊക്കെ സംവിധാനങ്ങളിലൂടെയാണ് ഈ പരിശോധനകളൊക്കെ മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം ഇല്ല എന്നൊരു വലിയ വിമർശനമാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഈ ചർച്ചയിൽ. അതായത് നാളെ അല്ല, ഒരു മിനിറ്റ് സാറേ, നാളെ ഏതോ മിഷൻ വരുമെന്നാണ്. ഗോവയിൽ നിന്ന് നാളെ ഏതോ മിഷൻ വരുമെന്നാണ്. അതെന്ത് മിഷനാണ്? MLA പറഞ്ഞനുസരിച്ച് നാളെ ഏതോ മിഷൻ വരുമെന്നാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? 12ാമത്തെ ദിവസം പറയുകയാണ് നാളെ മിഷൻ വരുന്നത്. അത് ശരിയാവത്തില്ല. ഇത് 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം കൊണ്ട് എന്താണ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ, ഏതൊക്കെ ഏജൻസികൾ ബന്ധപ്പെടണം, ഏതെല്ലാം അഡ്വാൻസ്ഡ് മിഷൻസ് ഇവിടെ വരണം, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യത്തെ ആളുകളെ ആരെ കൊണ്ടുവരണമെന്നുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവുകയും അത് കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല, ഇപ്പോഴും അത് നടക്കുന്നില്ല. ബാക്കി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അല്ല, ഇനിയും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സുഭാഷ് ചന്ദ്രബോസ് സാർ, അതായത് അർജുനെ കണ്ടെത്താനുള്ള സാധ്യതകൾ ഇനി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇനി വസ്തുതകളെ കാണാതിരുന്നിട്ട് കാര്യമില്ല. ലെറ്റ് us call a spade a spade. കാരണം എന്ന് വെച്ചാൽ ഇനി അർജുൻ ജീവനോടെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അർജുൻ എവിടെയായിരിക്കും അർജുന് വേണ്ടി ശരിയായിട്ടുള്ള തിരച്ചിൽ ഇനി നടക്കേണ്ടത്? അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം അവിടെ കുടുംബം കാത്തിരിക്കുന്നു, നാട്ടുകാർ കാത്തിരിക്കുന്നു, നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് മുന്നിൽ തരാൻ ഒരു വിവരമുണ്ടോ? അങ്ങനെ ഒരു വിവരം ഇനി എപ്പോൾ കിട്ടും എന്ന ചോദ്യമൊക്കെ ഇതുവരെ ചോദിച്ചതുപോലെ അല്ലാതെ കുറെ കൂടി ശക്തമായ ആ ചോദ്യങ്ങൾ ഉയർന്നു വരും. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉള്ള അതിഥികൾ നമ്മളോടൊപ്പം ഉണ്ട്, വിദഗ്ധരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് നമ്മൾ നേരത്തെ കേട്ടത്. മാത്രമല്ല ഇനി നമുക്കറിയാനുള്ളത്, ശ്രീ മുഹമ്മദ് റിയാസിൽ നിന്ന് അറിയാനുള്ളത്, ഈ മണ്ണിടിച്ചിൽ എന്നതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇതൊരു അപകടമായിട്ടാണോ അതോ ഒരു ദുരന്തമായിട്ടാണോ എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതൊരു ഡിസാസ്റ്ററായി പരിഗണിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ ഡിസാസ്റ്ററായി കാണണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടോ അതോ ഇതൊരു ആക്സിഡന്റ് ആയിട്ടാണോ ഇതിനെ കാണുന്നത് എന്നാണ്? എന്താണ് മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസിന് പറയാനുള്ളത്? നമുക്ക് കേൾക്കാം. അല്ല, പൊതുവേ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദേശീയപാത നിർമ്മാണമായാലും മറ്റേത് നിർമ്മാണമായാലും ഇത്തരം കാര്യങ്ങളിൽ എല്ലാ നിലയിലുമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനം, അതുപോലെ തന്നെ ഇതിൽ അപകട സാധ്യതയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ളതൊക്കെ തന്നെ ബന്ധപ്പെട്ടവർ നടത്തണം എന്നുള്ളതാണ് നിലപാട്. കേരളത്തിൽ ഉൾപ്പെടെ അത്തരം നിലപാടുകൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് പരിശോധന നടത്തിയിട്ടുണ്ട്, ഇടപെടുന്നുണ്ട്, കൂട്ടായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ പ്രവൃത്തിയും മറ്റു കാര്യങ്ങളും പലരുമായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നല്ല നിലയിലുള്ള ജാഗ്രത പൊതുവെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് പൊതുവെ ഈ ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ കർണാടകയിലെ ഈ സംഭവ വികാസങ്ങളിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഇന്ന് വൈകിട്ട് ചിലരുമായി സംസാരിച്ച സമയത്തും അത് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവിടെ പൊതുവെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതേപോലെ മിനിസ്റ്റർ, ഇപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട സംശയം എന്നല്ല, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഉയരുന്നത് തന്നെ അർജുനെ കണ്ടെത്തുന്നത് വരെ
അതായത് അർജുനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോഴും കൃത്യമായി കിട്ടിയിട്ടില്ല. അർജുനെ കണ്ടെത്തുന്നത് വരെ ഈ തിരച്ചിൽ തുടരുമോ എന്നുള്ളതാണ്. അല്ല, ഞങ്ങളെ നിലപാട് അതാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതാണ്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി ചില വാർത്തകൾ പരന്നിരുന്നു. നിങ്ങൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, രക്ഷാദൗത്യത്തിൽ നിന്നും പിറകോട്ട് പോവുകയാണ് എന്നുള്ളതൊക്കെ. ഞങ്ങളുടെ നിലപാട് ശക്തമായി പറഞ്ഞിട്ടുണ്ട്, യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും രക്ഷാദൗത്യത്തിൽ നിന്നും പിറകോട്ട് പോകുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. പ്രതീക്ഷ കൈവടിയുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. എല്ലാ നിലയിലുമുള്ള ഇടപെടൽ നടത്തണം, ഏകോപനം ശക്തിപ്പെടുത്തണം. നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെ വിപുലീകരിക്കാനാകുമെന്നുള്ളത് പരിശോധിക്കണം. അതോടൊപ്പം പുതിയ സാധ്യതകൾ തേടണം. വൈദഗ്ധ്യമുള്ള മറ്റ് സംവിധാനങ്ങൾ ഇനിയും പറ്റുമെങ്കിൽ അതുൾപ്പെടെ തേടണം എന്നുള്ള ഞങ്ങളുടെ നിലപാട്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, മുഖ്യമന്ത്രി ഞങ്ങളുമായി ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് കേരള സംസ്ഥാന ശരി. അപ്പോൾ അതാണ് കേരളത്തിന്റെ നിലപാട്. അർജുനെ കണ്ടെത്തുന്നത് വരെ ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ തിരച്ചിൽ തുടരണം എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന കേരളത്തിന്റെ നിലപാട് ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശ്രീ ടി കെ ഉണ്ണിയിലേക്ക് പോകുന്നു. ശ്രീ ടി കെ ഉണ്ണി, താങ്കൾ നേരത്തെ കൈ ഉയർത്തിയിരുന്നു ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി. അത് താങ്കൾക്ക് പറയാം, അതിനുശേഷം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ ഡൈവിംഗ് ചെയ്യുന്ന സ്ഥലം വളരെ അധികം അടിയൊഴുക്കുള്ളതും നീൽ വിസിബിലിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത് അത്ര സേഫ് അല്ല എന്ന് പേഴ്സണലായിട്ട് ഞാൻ പറയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയില്ല നേവിനെ. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് സർഫേസ് സപ്ലൈ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെറ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പം പന്തൂൺ വരുന്നുണ്ട്, പന്തൂൺ വരുമ്പോൾ അതിന്റെ മുകളിൽ സെറ്റപ്പ് ചെയ്തിട്ട് ഡൈവറിനെ സേഫ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ആംബിലിക്കൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ ഹാറ്റ് അത് നേവിന്റെ കയ്യിലുണ്ട്. അതും കൂടി ഞാൻ നേവിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഡൈവർ താഴെ പോയി ഫൗളായി കഴിഞ്ഞാലും രക്ഷിക്കാനുള്ള സമയം, ഇത് 15 മീറ്ററോ 25 മീറ്ററോ ആയിരിക്കാം, അപ്പൊ സമയം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ആംബിലിക്കൽ അതിനകത്ത് ബ്രീത്തിങ് ഹോസ് ഉണ്ട്, നമുക്ക് ക്യാമറ കേബിൾ ഉണ്ട്, ക്യാമറയുണ്ട്, പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കേബിൾ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ. അപ്പം എല്ലാ ഡീറ്റെയിൽസും ആ സമയത്ത് തന്നെ കിട്ടും. ഒന്നതാണ്. അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാണ്, അങ്ങനത്തെ ഒരു സംവിധാനം നേവിനുള്ളത് ഈ കാര്യത്തിലേക്ക് ഉപയോഗിക്കണം എന്നാണ് ഞാൻ അറിയിക്കുന്നത്. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞ സോണാർ വെക്കുകയാണെങ്കിൽ ഡൈവർ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് മേളിൽ നിന്ന് തന്നെ അത് കാണാൻ പറ്റുന്നതാണ്, അദ്ദേഹം എവിടെയാണ് എന്താണ് ചെയ്യുന്നത്. അവ ഗൈഡ് ചെയ്യാൻ ഈ സ്കൂബയിലാണെങ്കിൽ ഡൈവർക്ക് സംസാരിക്കാനുള്ളതില്ല. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് മേള വന്നിട്ടാണ് പറയേണ്ടത്. നമ്മൾ സിഗ്നലിൽ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അല്ലെ 1 2 അങ്ങനെയുള്ള സിഗ്നലിൽ ഞങ്ങൾക്കുണ്ട്. അത് വെച്ചിട്ടാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല ഈ ഒരു ഓപ്പറേഷൻ. ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയ അടിയൊഴുക്കുള്ള ഈ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് സർഫേസ് സപ്ലൈ തരുന്ന ഒരു സിസ്റ്റമാണ് വേണ്ടത്. അത് KMB ഉപയോഗിക്കുന്ന KMB ബെൻഡ് മാസ്ക് എന്ന് പറയുന്നുണ്ട്, സൂപ്പർലൈറ്റ് 17 ഉണ്ട്. അങ്ങനെയുള്ള എക്യുപ്മെന്റ് ആണ് ഇതിന് വേണ്ടത്. അഥവാ ഈ ഇത്രയും ഡെബ്രി ഉള്ള സ്ഥലത്ത് ഫൗൾ ആകുവാണെങ്കിൽ സുഖമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു സംവിധാനം ആംബിലിക്കൽ കൊണ്ട് കഴിയുന്നതാണ്. അതും കൂടി അപ്പോഴും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായി നിശ്ചയിക്കപ്പെട്ടതിന് ശേഷമല്ലേ താങ്കൾ ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ നടക്കൂ? ഇപ്പോഴും ലോറിയുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് വ്യക്തതയില്ല. അത് നേരത്തെയുള്ള പറഞ്ഞ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടെന്നാണ് ഇന്നിപ്പോൾ പുതുതായി കിട്ടുന്ന വിവരം. അതുകൊണ്ടാണ് ഞാൻ ഈ സോണാർ ഓപ്പറേഷൻ പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ 40 മീറ്റർ ചുറ്റളവിൽ നമുക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്നോ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാ അന്ന് നേരത്തെ കാണിച്ചില്ലേ, നമ്മളെ വീഡിയോയിൽ കാണിച്ചല്ലോ, ചെന്ന് ഫോക്കസ് ചെയ്യുന്നത് കണ്ടോ വിൻഡോന്റെ അടുത്തേക്ക്. അതൊക്കെ മോളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അല്ല, അവിടെയാണ് സുഭാഷ് ചന്ദ്രബോസ് സാർ ചോദിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ 12ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണോ കൊണ്ടുവരേണ്ടത്? ഇതൊക്കെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിലൊക്കെ സ്വാഭാവികമായി അവർക്ക് ഇതിനൊക്കെയുള്ള അധികാരമുണ്ട്. ഇതെവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ കൊണ്ടുവരാൻ. അപ്പോഴൊരു ഏകോപനം ഉണ്ടായില്ല എന്ന് ശ്രീ ടി കെ ഉണ്ണി താങ്കൾക്കും തോന്നുന്നുണ്ടോ ഈ രക്ഷാദൗത്യത്തിന്റെ കാര്യത്തിൽ? തീർച്ചയായും ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ഇതെല്ലാം നമ്മൾ വരുമ്പോൾ ഞാൻ ആദ്യം ഡേ 1 പറഞ്ഞത് മഡ് ലിഫ്റ്റിംഗ് തയ്യാറാക്കി വെക്കണം. മഡ് ലിഫ്റ്റിംഗ് ഗ്രാപ്നർ ഉപയോഗിക്കണം. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് അഴിമുഖത്ത് നിന്ന് ഇങ്ങോട്ടാണ് സെർച്ച് ചെയ്യേണ്ടത്. ഗ്രാപ്നർ വെച്ചിട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ എന്തെല്ലാമാണ് കൊടുക്കുന്നത് അതൊക്കെ ഞാൻ എത്രയോ എന്റെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. ഈ മഡ് ലിഫ്റ്റിംഗ് എന്തായാലും വേണം. കാരണം അതിന്റെ മുകളിൽ ലോറി പിടിച്ചാലും അതിന്റെ മുകളിൽ മണ്ണ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് മഡ് ലിഫ്റ്റിംഗ് എന്ന സമ്പ്രദായം തീർച്ചയായും ഉപയോഗിക്കേണ്ടതായിരുന്നു. അങ്ങനെയുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു ബാർജ്
ബാർജ് ആയിട്ട് നമ്മളെ പന്തൂൺ റെഡിയാക്കി വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിലൊന്നും പന്തൂണിന്റെ തെറ്റില്ല, കാര്യത്തിൽ അത് ഇപ്പോഴൊരു അവർക്ക് ചെയ്യുന്നുണ്ട്. തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഫൈബർ പ്ലാറ്റ്ഫോം അല്ലേ താങ്കൾ പന്തൂൺ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ? ഫൈബർ അല്ല, അത് നമ്മള് അയന്റെ ഒരു നമ്മളെ സ്ക്വയർ ആയിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് ആണ് വരുന്നത്. അത് 2-3 വിധത്തിലുണ്ട്. അക്കോമഡേഷൻ ഉള്ളത് ഉണ്ടാവും, അല്ലാത്തത് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഫ്ലോട്ടിംഗ് ആണ് വേണ്ടത് ഇവിടെ സെക്യൂർ ചെയ്യാൻ. അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് അവര് ഹോൾഡ് ചെയ്യാനാണ്, ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാനുള്ളതാണ്. 4 പോയിന്റ് മൂറിംഗ് ടൈപ്പ് ആണ് അത് ഉണ്ടാവുക. ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ കരക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒഴുക്കിന് പിടിച്ചു നിർത്താൻ പറ്റുന്നത് കരയിൽ സെക്യൂർ ചെയ്യാൻ പറ്റും. വേറെ ഞാൻ അന്ന് ഇതിന്റെ മുന്നേ എന്റെ ഇത് കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ DMA, ഡെഡ് മാൻ ആങ്കർ എന്നാണ് അതിന് പറയുന്നത്. ഞങ്ങള് 5 ടണ്ണിന്റെ ഒരു കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഡേറ്റ പോയിന്റ്. അവിടെ നിന്ന് നമുക്ക് കെട്ടിയിട്ട് വെക്കാമായിരുന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞതൊന്നും ആരും കേട്ടിട്ടില്ല. പക്ഷെ നമ്മളത് ആധികാരികമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് ചാനലിൽ പറയുന്നു മാത്രം. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ ടി കെ ഉണ്ണി, ഒരു കാര്യം കൂടി, അതായത് നാവികസേനയുടെ ഈ രക്ഷാദൗത്യ ശ്രമങ്ങൾ അത് ഈ വരുന്ന മണിക്കൂറിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നാളെ ഇതിലൊരു ഫലം ഉണ്ടാകുമെന്ന പ്രതീക്ഷ താങ്കൾ ഇപ്പോഴത്തെ ഈ നിലയിൽ താങ്കൾക്കുണ്ടോ? തീർച്ചയായും ഫലമുണ്ടാവുന്നുണ്ട്. പക്ഷേ പ്രൊവൈഡഡ് നമ്മളെ ഒഴുക്കിന്റെ ഒരു സംവിധാനം, ഒഴുക്കിന്റെ ഇതുകൊണ്ട് അവര് തീർച്ചയായിട്ടും ബെസ്റ്റ് ടീമാണ്, ഡീപ് ഡൈവേഴ്സ് ആണ്, എന്തും ചെയ്യാം. ഞാനും ഒരു എക്സ് നേവിയാണ്. ഞങ്ങളൊക്കെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോൾഗാട്ടിയിലൊക്കെ ഞങ്ങൾ കാറ്റും മഴയത്താണ് ഡെഡ് ബോഡി എടുത്തിട്ടുണ്ടായിരുന്നത്. ബോൾഗാട്ടി ബോട്ട് അപകടത്തിൽ ഓർമ്മയുണ്ടാവും, വളരെ കാലം മുന്നെയാണ്. പിന്നെ ബീഹാറിൽ ഞങ്ങൾ ഡെഡ് ബോഡി ട്രെയിൻ മറിഞ്ഞിട്ട് ഞങ്ങൾ എത്രയും കുത്തൊഴുക്കുള്ള സമയത്താണ് പോയി രക്ഷാപ്രവർത്തനം നടത്തിയത്. അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ ഒരു മണ്ണിടിഞ്ഞതുകൊണ്ട് ഡെബ്രീസിന്റെ ഒരു പ്രശ്നമാണ് ഇതിന്റെ അകത്ത് കൂടുതലായിട്ട് കാണുന്നത്. ഡൈവേഴ്സ് ഫൗൾ ആവുന്ന ഒരു പ്രശ്നമാണ്. മറ്റേത് ട്രെയിൻ മറിഞ്ഞാൽ ട്രെയിൻ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും ചെയ്യായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ ഇതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്പറേഷൻ ആണ് ഇത്. ആരെയും പറഞ്ഞിട്ടില്ല. ഓഫീസർ ഇൻചാർജ് ആയാലും ഇത് നയിക്കുന്ന സൂപ്പർവൈസർ ആയാലും അവർക്കെല്ലാം ഭയമുണ്ടാവും. ഒരു മനുഷ്യന്റെ ജീവനാണ് വെള്ളത്തിലേക്ക് രണ്ടാമതും നമ്മൾ കൊണ്ടുപോകുന്നത്. അത്തരം റിസ്കി ഓപ്പറേഷൻസ് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ വളരെ കരുതലോടുകൂടി തന്നെയാണ് നടത്തേണ്ടത്. അതിലൊന്നും എതിരഭിപ്രായമില്ല. പക്ഷെ നമുക്ക് ഈ ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ ഇപ്പൊ നേരത്തെ സുഭാഷ് ചന്ദ്രബോസ് സാറൊക്കെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു കോർഡിനേഷൻ ലെവലിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്, അതിന്റെ ലെയേഴ്സിൽ എവിടെയൊക്കെയോ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. അതാണ് സത്യത്തിൽ വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ നാവികസേനയ്ക്ക് 6.8 നോട്ട്സിൽ ഇറങ്ങാൻ കഴിയില്ല മുങ്ങൽ വിദഗ്ധർക്ക് എന്നത് നമുക്കറിയാവുന്നതാണ്. അവരും അവരുടെ ജീവൻ റിസ്ക് ചെയ്തിട്ട് ഈ ഓപ്പറേഷൻസിലേക്ക് നമുക്ക് അവരെ പറഞ്ഞു വിടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡബിൾ. ചർച്ചയിലേക്ക് വീണ്ടും സുഭാഷ് ചന്ദ്രബോസ് സാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതിനെ ഒരു ഡിസാസ്റ്റർ ആയിട്ട്, ഇതിനെ ഒരു ദുരന്തമായി കണക്കാക്കുന്നുണ്ടോ അതോ ഇതൊരു അപകടമായിട്ടാണോ കാണുന്നതെന്ന്. സത്യത്തിൽ ഈ കാര്യങ്ങളിൽ ഇതൊരു ദുരന്തമാണ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആണ് എന്ന് നിശ്ചയിക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ? അപ്പോൾ ഈ ഷിരൂരിൽ ഉണ്ടായതിനെ ആ തരത്തിലൊരു ഡിസാസ്റ്ററായി പരിഗണിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പോഴും അവിടെ നിൽക്കുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ അവിടെ നിൽക്കുന്നുള്ളൂ വണ്ടി. എന്തുകൊണ്ട് കർണാടക സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റ് സംവിധാനത്തിലേക്ക് ഇത് മാറുന്നില്ല? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് പരിമിതിയുണ്ട്, ജില്ലാ കളക്ടർക്ക് പരിമിതിയുണ്ട്, അല്ലെങ്കിൽ കളക്ടർക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഇത് സ്റ്റേറ്റ് ടീമിലേക്ക് ഈ കാര്യങ്ങൾ മാറണം. അങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രലിലേക്കുമൊക്കെ ഈ കാര്യങ്ങൾ സ്റ്റേറ്റിനെ കൊണ്ട് കഴിയാത്തതാണെങ്കിൽ സെൻട്രലിനും ടേക്കപ്പ് ചെയ്യാം, കഴിയുന്നതാണെങ്കിൽ പിന്നെ സ്റ്റേറ്റിന് തന്നെ ചെയ്യാം. ഇനി സ്റ്റേറ്റിൻ്റെ ഡിമാൻഡ് ചെയ്ത് സെൻട്രലിൽ നിന്ന് കാര്യങ്ങളെ കൊണ്ടുവരാം. അങ്ങനെയാണ്, ഒരു യുദ്ധമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ഡിസാസ്റ്റർ ആയിട്ട് അതായത് ലാൻഡ് സ്ലൈഡ് ആയതുകൊണ്ട് ഇത് ഡിസാസ്റ്ററിലേക്ക് പോകും. നമ്പർ 1. നമ്പർ 2, വെറും ഒരു ലോറി ആക്സിഡൻ്റ് ആണെങ്കിൽ അതൊരു ആക്സിഡൻ്റ് ആയിട്ട് പോകും, അതങ്ങനെ നിൽക്കും. ഇതൊരു ഡിസാസ്റ്ററിലേക്ക്, ലാൻഡ് സ്ലൈഡ് റിലേറ്റഡ് ആയതുകൊണ്ട് ഇതൊരു ഡിസാസ്റ്ററിലേക്ക് പോയി. നമ്പർ 1. നമ്പർ 2, ലൈഫ് ടു ഡെത്ത് എന്ന് പറയുന്ന മരണത്തിന് സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഒരുപാട് ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നു, കുറേ സ്ഥലം വാഷ് ഔട്ട് ചെയ്ത് പോയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇത് ഡിസാസ്റ്ററിലേക്ക് വരണം. അങ്ങനെ ഡിസാസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. അത് ഡിസ്ട്രിക്ട് കളക്ടർക്ക് അതിൽ പരിമിതിയുണ്ട് ആക്ട് ചെയ്യുന്നതിന്. അത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് എക്യുപ്മെൻറ്റ്സും ആളുകളെയും കിട്ടിയില്ലെങ്കിൽ സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടറി, ഇതിൻ്റെ സെക്രട്ടറിക്ക് സെൻട്രൽ, അതും വളരെ കൃത്യമായ ഹൈറാർക്കിയെല്ലാം വളരെ കൃത്യമാണ് ആക്ട് അനുസരിച്ച്, സെൻട്രലിലേക്ക് ആവശ്യപ്പെടുകയും അവർ ഡയറക്റ്റായിട്ട് ചെയർമാൻ, ഇപ്പോൾ ഉദാഹരണം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എങ്കിൽ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, വളരെ ഡയറക്റ്റ് ആക്സസ് ആണ്. അതുപോലെ കേന്ദ്രത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറി ആണെങ്കിൽ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ, വളരെ ഡയറക്റ്റ് ആക്സസ് ആണ്. അപ്പോൾ ആരെയും കൊണ്ടുവരാം, ഏത് മെഷീനും കൊണ്ടുവരാം, എവിടെയുള്ള ആളിനെ കൊണ്ടുവരാം. അതിൽ പോലും ഇപ്പോൾ ചില അവ്യക്തതകൾ ഉണ്ടെന്ന് വേണമല്ലോ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാൻ. ഞാനിതാ ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് ഞാൻ നേരത്തെ മിനിസ്റ്ററോട് ചോദിച്ച ഒരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്.
അതിലേക്കാണ് ഞാൻ പോകുന്നത്. മിനിസ്റ്റർ, ഈ അർജുനായിട്ടുള്ള തിരച്ചിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ ചില തെറ്റായ വിവരങ്ങൾ നൽകി വഴിതെറ്റിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് ശരിയാണെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കേണ്ട ഒരു സമയമല്ല ഇത്. എന്നാൽ അർജുൻ്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ചില പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെ ഇന്ന് പോലീസ് സൂപ്രണ്ടുമായി ഇപ്പോൾ വൈകുന്നേരം നടത്തിയ ചർച്ചയിൽ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അത് അത്തരത്തിലൊരു പ്രയാസം ഉണ്ടാവാത്ത നിലയിലും അപ്പം അവർ ഈ പരിസരത്ത് വരുന്നത് അവർക്കിപ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാനുള്ള വൈദഗ്ധ്യമുള്ളതൊന്നും കൊണ്ടുമല്ല. പക്ഷേ വീട്ടിലൊരു അംഗം നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു പ്രയാസം അവർക്കുണ്ട്. അപ്പോൾ അംഗത്തെ കണ്ടെത്തണം. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് അവർ വരുന്നത്. അത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട പോലീസ് സൂപ്പറിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മീറ്റിങ്ങിനകത്ത് വൈകിട്ട് നടന്ന മീറ്റിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സച്ചിനും ലിൻഡോയും MLA ഉൾപ്പെടെയുള്ള വൈകിട്ട് ഇവരുടെ കുടുംബ അംഗങ്ങളും പോലീസ് സൂപ്രണ്ടും ആയിട്ട് ചേർന്ന മീറ്റിങ്ങിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ തുടർന്ന് മുന്നോട്ട് പോകാമെന്നാണ് പോലീസ് സൂപ്രണ്ട് ഞങ്ങളോട്. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കരുത്, അർജുനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നത് വരെ എന്ന നിലപാടാണ് കേരള സർക്കാരിനുള്ളത്. അത് കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഈ ചർച്ചയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പും അർജുന് വേണ്ടിയുള്ള തിരച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ മണിക്കൂറുകളിലും. ഏതായാലും താൽക്കാലികമായി സാങ്കേതികമായ തിരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ കൂടുതൽ വിദഗ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ തിരച്ചിൽ പുനരാരംഭിക്കും. ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് വരും മണിക്കൂറുകളിലും കാത്തിരിക്കാം. എൻകൗണ്ടർ പൂർത്തിയാവുകയാണ്.